നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഗഡ്വാംഗനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ഭക്തനായ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിനെ ഭഗവാൻ കഠിനമായി പരീക്ഷിച്ച ശേഷമേ പാർഷദ പദവി പോലും നൽകിയുള്ളൂ. എന്നാൽ ഇത് ഭഗവാന്റെ നിത്യസ്വഭാവമാണോ? അല്ല. സൂര്യവംശ ചക്രവർത്തിയായ ഖട്വാംഗ മഹാരാജാവിന് 2 നാഴിക കൊണ്ട് ബ്രഹ്മപ്രാപ്തി തന്നെ ലഭിക്കുകയുണ്ടായി. ഇക്കാര്യമാണ് ആചാര്യൻ 31-ാം പദ്യത്തിൽ പ്രതിപാദിക്കുന്നത്. ഖട്വാംഗനെന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനുമെന്തു വിധി ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമഃ. ഖട്വാംഗൻ എന്ന പേരോട് കൂടിയ ധരണീശന് സൂര്യവംശ ചക്രവർത്തിക്ക് നീ അല്ലയോ ഭഗവൻ, അങ്ങ് മുഹൂർത്തേന 2 നാഴികയ്ക്കുള്ളിൽ ഗതി കൊടുപ്പാനും ബ്രഹ്മപ്രാപ്തി നൽകാനും എന്ത് വിധി, എന്തു ന്യായം? നിൻ കളികൾ, ഭഗവാന്റെ ലീലകൾ ഇതുപോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ, പരസ്പരം യോജിപ്പില്ലാത്തവയായി കാണപ്പെടുന്നവ ഒട്ടല്ല, അനേകമുണ്ട്. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. ഖട്വാംഗൻ എന്നു പേരായ സൂര്യവംശ ചക്രവർത്തിക്ക് അല്ലയോ ഭഗവൻ, അങ്ങ് 2 നാഴികയ്ക്കുള്ളിൽ ബ്രഹ്മപ്രാപ്തി നൽകിയതിൽ എന്താണ് ന്യായം? ഭഗവാന്റെ ലീലകൾ ഇതുപോലെ തങ്ങളിൽ യോജിപ്പില്ലാത്തവയായി കാണപ്പെടുന്നവ അനേകമുണ്ട്. നാരായണന് നമസ്കാരം. ഖട്വാംഗ കഥ. ഭാഗവതം 9-ാം സ്കന്ധം 9-ാം അധ്യായത്തിലാണ് ഖട്വാംഗൻ്റെ ബ്രഹ്മപ്രാപ്തി വിവരിച്ചിരിക്കുന്നത്. ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് ഖട്വാംഗൻ ദേവലോകത്തെത്തി യുദ്ധത്തിൽ അസുരന്മാരെ വധിച്ചു. ദേവസത്കാരത്തിന് പാത്രമായി ഭവിച്ച അദ്ദേഹം തനിക്കിനി 2 നാഴിക മാത്രമേ ജീവിച്ചിരിക്കാനുള്ളൂ എന്ന് ധരിക്കാനിടയായി. പെട്ടെന്ന് മനസ്സ് ലോകകാര്യങ്ങളിലെല്ലാം നിസ്സംഗമായി ഭവിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ ഖട്വാംഗൻ ഈശ്വരധ്യാനപരനായിരുന്നു. അതിനാൽ ദേവന്മാർ പ്രതിജ്ഞ ചെയ്ത ലൗകിക വരങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചില്ല. നേരെ കൊട്ടാരത്തിലെത്തി രാജ്യകാര്യങ്ങളെല്ലാം അനന്തരാവകാശികളെ ഏൽപ്പിച്ചു. ശേഷിച്ച 2 നാഴിക ബ്രഹ്മധ്യാനത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. അങ്ങനെ കൈവല്യ പദവി നേടി. ഈ ഖട്വാംഗ കഥയാണ് ആചാര്യൻ 31-ാം പദ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പ്രാരബ്ധവാസന അവശേഷിച്ചിരുന്നതുകൊണ്ട് ഇന്ദ്രദ്യുമ്നന് ക്ലേശിക്കേണ്ടി വന്നുവെന്നും പ്രാരബ്ധവാസന പൂർണ്ണമായി ശമിച്ചിരുന്നതിനാൽ ഖട്വാംഗന് 2 നാഴിക കൊണ്ട് മുക്തി ലഭിച്ചുവെന്നും കാണേണ്ടതാണ്. ഒരിക്കൽ കൂടി വായിക്കാം. പ്രാരബ്ധവാസന അവശേഷിച്ചിരുന്നതുകൊണ്ട് ഇന്ദ്രദ്യുമ്നന് ക്ലേശിക്കേണ്ടി വന്നുവെന്നും
പ്രാരബ്ധവാസന പൂർണ്ണമായി ശമിച്ചിരുന്നതിനാൽ ഖട്വാങ്കന് 2 നാഴിക കൊണ്ട് മുക്തി ലഭിച്ചുവെന്നും കാണേണ്ടതാണ്. ഭക്തന്മാരോടുള്ള പെരുമാറ്റത്തിൽ മാത്രമേ ഭഗവാന് വൈരുദ്ധ്യമുള്ളൂ. അല്ല, മറ്റു പല രംഗങ്ങളിലും ഭഗവാന്റെ പ്രവൃത്തികൾ വിരുദ്ധങ്ങളായി തന്നെ കാണുന്നു. സ്വന്തം ബലവീര്യങ്ങൾ പ്രകടമാക്കുന്ന കാര്യത്തിൽ പോലും ഇത് കാണാനുണ്ട് എന്നാണ് 32-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. ജഗന്നാഥ വിഷ്ണു ഹരേ